എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഹിറ്റാച്ചി അവനൊരു ഗനിയനായി മാറിയിരിക്കുകയാണ്. സാസുകയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. പക്ഷെ ഹിറ്റാച്ചിയുടെ മനസ്സിൽ അപ്പോഴും എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഹിറ്റാച്ചി അവനവന്റെ പപ്പയെ കാണാൻ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ അടുത്തേക്ക് വരും. പപ്പയെ കണ്ട ഉടനെ ഓടിപ്പോയി അവൻ പപ്പയെ കെട്ടിപ്പിടിക്കും. ഹിറ്റാച്ചിയെ കാണുമ്പോൾ തന്നെ അവന്റെ പപ്പ പറയും, നമ്മളിപ്പോ കണ്ടിട്ട് ഒരുപാട് കാലായല്ലേ. അതിനെ ഹിറ്റാച്ചി പറയും, അതെ പപ്പ, പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരുപാട് നല്ല മിഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ എൻ്റെ എബിലിറ്റി അത് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അതിന് പപ്പ പറയും, എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്റെ എബിലിറ്റി അത് കൂടണം. അതിനുശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ 9 ടൈലിൻ്റെ അറ്റാക്ക് അത് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം കഴിഞ്ഞു. അതിനുശേഷമാണ് ലീഫ് വില്ലേജിൽ നിന്ന് ഗ്രാമത്തിന്റെ തലപ്പത്തിരിക്കുന്നവര് ഈ ഒരു മൂലയിലേക്ക് നമ്മളെ തള്ളിവിട്ടത്. സോ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കി വെക്കണം. എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായും നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രതികരിക്കേണ്ട സമയം വരും. ഹിറ്റാച്ചിക്കാണെങ്കിൽ അവന്റെ പപ്പ പറയുന്നത് തീരെ ഇഷ്ടാവില്ല. അവൻ ദൂരത്ത് എന്തോ ഒരു കാര്യം ഇപ്പൊ പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് പപ്പയുടെ ശ്രദ്ധ തെറ്റിക്കും. ഹിറ്റാച്ചി അവൻ പതിയെ ചുറ്റും നോക്കും. ഉച്ചിയ ക്ലാനിലുള്ള എല്ലാവരും ഹിറ്റാച്ചിയുടെ പപ്പയെ നോക്കി വളരെ ബഹുമാനത്തോടു കൂടെ കൈ കൂപ്പി നിൽക്കും. ഹിറ്റാച്ചി പറയും, എനിക്ക് പപ്പയെ ഓർത്ത് ഭയങ്കര അഭിമാനമാണ്. പപ്പയുടെ മകനെ ജനിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം പപ്പയാണ് നമ്മുടെ ക്ലാനിൽ വെച്ച് ഏറ്റവും പ്രധാനി. അത് കേൾക്കുമ്പോൾ അവന്റെ പപ്പയ്ക്കും ഒരുപാട് സന്തോഷാവും. അവർ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് വരും. പക്ഷെ ഓൾറെഡി അവിടുത്തെ ഫുഡൊക്കെ തീർന്ന് ഹോട്ടൽ ക്ലോസ് ആയിരിക്കും. അങ്ങനെ നിരാശനായി ഹിറ്റാച്ചിയും പപ്പയും മടങ്ങുമ്പോഴായിരിക്കും ഹിറ്റാച്ചിയുടെ ഗേൾ ഫ്രണ്ട് അവന്റെ അടുത്തേക്ക് വരിക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിറ്റാച്ചിയും അവന്റെ ഗേൾ ഫ്രണ്ടും അവർ രണ്ടുപേരും ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് പോയിരിക്കും. അവള് പറയും, ഞാൻ നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് നിന്റെ അടുത്തേക്ക് വന്നത്. നീ ഇത്രയും പെട്ടെന്ന് ഒരു കെനീനായി തീരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ നിനക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ്സ് അത് നിനക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവളത് ഹിറ്റാച്ചിക്ക് നേരെ നീട്ടും. ആ ഒരു ചോക്ലേറ്റ് കാണുമ്പോൾ തന്നെ ഹിറ്റാച്ചിയുടെ കൺട്രോൾ പോവും. കാരണം അവനത് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടു കൂടെ കളിച്ചും ചിരിച്ചും കൊഞ്ചിയും കുറുവിയൊക്കെ ആ ചോക്ലേറ്റ്സ് അതൊന്നൊന്നായിട്ട് കഴിച്ചു തീർക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അവള് വീണ്ടും ഹിറ്റാച്ചിയോട് ചോദിക്കും, നിനക്ക് വേറെന്തെങ്കിലും എന്നിൽ നിന്ന് വേണോ? അത് കേൾക്കുമ്പോ ഹിറ്റാച്ചിക്ക് കുറച്ച് നാണാവും. അവനിപ്പോ അവളുടെ കണ്ണിൽ നോക്കി പറയും, ഞാൻ എന്ത് ചോദിച്ചാലും നീ തരോ? അത് കേട്ട് അവൾ തല താഴ്ത്തും. അതുമാത്രം എന്നെ കൊണ്ട് തരാനാവില്ല. അങ്ങനെ പ്രണയമഞ്ജരിയിൽ അവർ നീരാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതോ ഒരുത്തൻ ഇപ്പൊ ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് വരിക. അവൻ ഹിറ്റാച്ചിയോട് പറയും, ഹിറ്റാച്ചി, നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിന് പുറത്തേക്ക് പോകണം. നമ്മളെ തേടി ഇപ്പൊ പുതിയൊരു മിഷൻ അത് എത്തിയിട്ടുണ്ട്. അത് കേൾക്കേണ്ട താമസം അവളോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഹിറ്റാച്ചി അവനെയും കൂട്ടി ഇപ്പൊ ഗ്രാമത്തിന് പുറത്തേക്ക് പോവും. അവര് മീറ്റ് ചെയ്യാൻ പോകുന്നത് ആ പൂച്ചകളുടെ ഒക്കെ കിങ് ആയ ആ ഗ്രാൻഡ് മേയുടെ അടുത്താണ്. ഗ്രാൻഡ് മേയെ കണ്ട ശേഷം ഇപ്പൊ ഹിറ്റാച്ചി ഒരുപാട് സന്തോഷമായി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് മ പറയും, എനിക്കിപ്പോ നിങ്ങളുടെ ഒരു സഹായം വേണം. എന്റെ ഒരു നിഞ്ച ക്യാറ്റിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതിപ്പോ വലിയൊരു ഗുഹയിലാണുള്ളത്. സോ ദയവ് ചെയ്ത് അതിനെ എനിക്ക് പിടിച്ചു തരണം. ആ ഒരു മിഷൻ കേട്ട് ഹിറ്റാച്ചിയുടെ ടീമിലുള്ളവര് വണ്ടറടിക്കും. അവർ ഹിറ്റാച്ചിയോട് പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ ഒരിക്കലും ഇത്രയും സില്ലി കേസൊന്നും ഏറ്റെടുക്കാറില്ല. പക്ഷെ ഹിറ്റാച്ചി ആണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാവും. ആ ഗ്രാൻഡ്മ കൊടുക്കുന്ന ഒരു നിഞ്ച ടൂള് അതൊക്കെ തലയിലെടുത്ത് വെച്ച് ക്യാറ്റിനെ പിടിക്കാൻ നമ്മുടെ ചെക്കൻ തയ്യാറായി കഴിഞ്ഞു. അത് കണ്ട് ഹിനാരിയും അതേ ടൂളെടുത്ത് തലയിൽ വെക്കും. എന്നിട്ട് അവിടെയുള്ള പൂച്ചകളെയൊക്കെ ഒരു പ്രത്യേക ടൂൾ ഉപയോഗിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവരുടെ ടീം അവരാ നാട് മുഴുവൻ കയറി ഇറങ്ങി എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ച് ഒടുവില് റെസ്റ്റോറന്റിലുള്ള ഒരു ഭീമൻ പൂച്ചയെ കണ്ടുമുട്ടും. അവനിലൂടെ അവരന്വേഷിക്കുന്ന ആ ഗ്രാൻഡ്മയുടെ പൂച്ച അതെവിടെയുണ്ടെന്ന് അവർ മനസ്സിലാക്കും. കട്ട് ചെയ്ത ഡെൻമ അവൻ ഹിറ്റാച്ചിയോട് പറയും, നമ്മൾ അന്വേഷിക്കുന്ന ഈ ഒരു ക്യാറ്റ് അതത്ര നിസ്സാരക്കാരനല്ല. കാരണം നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, എൻ്റെ പപ്പയ്ക്ക് വലിയൊരു അസുഖം പിടിപെട്ടിരിക്കുകയാണ്. നിഞ്ച ക്യാറ്റിന്റെ ഒരല്പം രോമം അത് കിട്ടുകയാണെങ്കിൽ എൻ്റെ പപ്പയുടെ ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഞാനും ഈ ഒരു മിഷൻ സന്തോഷത്തോടു കൂടെ ഏറ്റെടുത്ത് നിങ്ങളുടെ കൂടെ വന്നത്. അപ്പോഴായിരിക്കും ഹിറ്റാച്ചി
അവൻ ഈ കാര്യങ്ങളൊക്കെ കേട്ട് അവരുടെ അടുത്തേക്ക് വരിക. ഹിറ്റാച്ചി ഉടനെ അവന്റെ ടീംമേറ്റ്സിനോട് പറയും ആ ഒരു ക്യാറ്റിന്റെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോയി അതിനെ പിടിച്ച് ഗ്രാൻഡ്മയെ ഏൽപ്പിക്കണം. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും റെഡിയായി ഇപ്പൊ ആ പൂച്ച അത് ഒളിച്ചിരിക്കുന്ന അതിന്റെ ഹൈഡ് ഔട്ടിലേക്ക് വരും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ പൂച്ച അവൻ നല്ല സുഖമായിട്ട് അങ്ങനെ വെള്ളമൊക്കെ അടിച്ച് ആയിട്ട് കിടക്കുകയാണ്. പൂച്ചച്ചക്കനാണെങ്കിൽ ഇതുവരെ ഒരു പൂച്ചപ്പെണ്ണ് പോലും ലൈനായിട്ട് സെറ്റായില്ല. അവൻ അതിന്റെ വിഷമത്തിലാണ് വെള്ളമൊക്കെ അടിച്ച് മാനസമായ പാട്ടൊക്കെ പാടി അങ്ങനെ കിടക്കുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവന്റെ ഡോറിന് മുൻപിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ പൂച്ചയെ സ്കെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഹിനാരി അവൻ പറയും ആ പൂച്ചയ്ക്ക് ഗേൾ ഫ്രണ്ട്സ് ആരും സെറ്റായിട്ടില്ല, അതിന്റെ സങ്കടത്തിലാണ് അതങ്ങനെ ഒറ്റപ്പെട്ട് വെള്ളമൊക്കെ അടിച്ച് അവിടെ ജീവിക്കുന്നത്. ഉടനെ സെൻസായി പറയും ഞാനിപ്പോ ആ പൂച്ചയുടെ അടുത്തേക്ക് പോവാണ്, ഈ ഒരു ഹെഡ് ബാൻഡ് അത് ഞാൻ വെച്ചത് കൊണ്ട് തന്നെ അതിനെന്നെയും ഒരു പൂച്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെ സെൻസായി ആള് പൂച്ചയെ പോലെ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ ആ പൂച്ചയുടെ അടുത്തേക്ക് ചെല്ലും. സെൻസായി ചോദിക്കും ഓ നിനക്ക് ഗേൾ ഫ്രണ്ട് ആരും സെറ്റായിട്ടില്ലല്ലേ, അതിന്റെ വിഷമത്തിലല്ലേ നീ വെള്ളം അടിക്കുന്നേ? അതിന് നിഞ്ച ക്യാറ്റ് പറയും അതെ എനിക്കിതുവരെ ഒരുത്തിയെ പോലും സെറ്റായിട്ടില്ല, നിന്നെ കണ്ട നീയും സിംഗിൾ ആണെന്ന് തോന്നുമല്ലോ, എന്തായാലും കുഴപ്പമില്ല എനിക്കൊരു കമ്പനി തായോന്ന് പറഞ്ഞ് നിഞ്ച ക്യാറ്റ് അവനും ഇപ്പൊ ലിക്കറൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങും. സെൻസായി നൈസായിട്ട് അതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷെ കാര്യം പിടികിട്ടിയ പൂച്ച അങ്ങനെ എടുത്തു ചാടി സെൻസയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരു ചവിട്ട്. ആ ഒരു അടികെട്ടി സെൻസായി തെറിച്ചു വീഴും. പൂച്ചയാണെങ്കിൽ അവിടുന്ന് എങ്ങോട്ടോ ഓടും. ഇത് കണ്ട നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് അറഞ്ചം പുറഞ്ചം ഓടി ആ പൂച്ചയെ പിടിക്കാനായിട്ട് ആരംഭിക്കും. ആ പൂച്ചയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. വെന്മ പറയും ഉറപ്പായിട്ടും അതിനെ ഞാൻ തന്നെ പിടിക്കും, എന്നിട്ട് ആ ഒരു ക്രെഡിറ്റ് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. വെന്മ ഓടി ഓടി ആ പൂച്ചയുടെ തൊട്ടടുത്തെത്തും. പക്ഷെ നൈസായിട്ട് അതൊരു ബോക്സ് വെന്മയുടെ തലയിലേക്ക് തള്ളിയിടും. ബോക്സ് തലയിൽ വീണ് കിളി പോയി വെന്മ വീണ് കിടക്കും. അടുത്തതായിട്ട് ഹിനാരി അവനിപ്പോ ആ പൂച്ചയുടെ നേർക്ക് എടുത്തു ചാടും. പക്ഷെ ആ പൂച്ച അച്ചറം പൊച്ചറം അവനെ മാന്തിയും കടിച്ചും അവിടുന്ന് മുൻപോട്ട് ഓടും. ഹിറ്റാച്ചി ആണെങ്കിൽ ആ പൂച്ചയുടെ പിന്നാലെ ഓടി ഒരുപാട് കത്തികള് അതിന്റെ നേരെ അറഞ്ചം പുറഞ്ചം വലിച്ചെറിയും. പൂച്ച ഓരോ കത്തികളിൽ നിന്നും രക്ഷപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവസാനം ഒരു കത്തി അതിന്റെ മീശ അത് കട്ട് ചെയ്ത് കളയും. അതിൽ ആ പൂച്ചയുടെ കൺട്രോൾ പോയി അത് കറക്റ്റായിട്ട് ഹിറ്റാച്ചിയുടെ കയ്യിലേക്ക് വന്ന് വീഴും. അപ്പോഴായിരിക്കും ഗെന്മ അവൻ ആ പൂച്ചയുടെ രോമം അത് താഴേക്ക് വീഴുന്നത് കാണുക. അവനത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് അത് സേഫായി അവന്റെ പോക്കറ്റിൽ വെക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിറ്റാച്ചിയും ടീമും സേഫ് ആയിട്ട് ആ പൂച്ചയെ അതിന്റെ പാരന്റ്സിനെ ഏൽപ്പിക്കും. ഗ്രാൻഡ് പറയും താങ്ക് യു സോ മച്ച്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ തന്ന മിഷൻ സ്കിൽഫുള്ളോടുകൂടെ കംപ്ലീറ്റ് ചെയ്തു. ഗ്രാൻഡ് പറയും നിങ്ങൾ ചെയ്തതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അവന്റെ മീശ അത് കാണാനില്ല. ഹിറ്റാച്ചി പറയും ഐ എം സോറി, ആ ഫൈറ്റിനിടയിൽ അവന്റെ മീശ അത് കട്ടായി പോയി. ഗ്രാൻഡ് വീണ്ടും ചോദിക്കും എങ്ങനെയെങ്കിലും ആ മീശ അത് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഹിറ്റാച്ചി പറയും അയ്യോ ഇല്ല അത് കാറ്റത്ത് എവിടേക്കോ പാറിപ്പോയി. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഗെന്മയെ കാണിക്കും. അവനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ തിരികെ ഗ്രാമത്തിലേക്ക് പോവാണ്. ഹിനാരി ആണെങ്കിൽ ഇപ്പൊ ഗെന്മയോട് പറയും ഹിറ്റാച്ചി അവൻ കാരണമാണ് ആ പൂച്ചയുടെ രോമം നിനക്ക് കിട്ടിയത്, അവൻ ശരിക്കും നിന്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അതിന് ഗെന്മ പറയും ഒരിക്കലും അല്ല, എനിക്കവനെ തീരെ ഇഷ്ടമല്ല. അത് കേട്ട് ഹിറ്റാച്ചിക്ക് കാലി കയറി ഇപ്പൊ ഗെന്മ ഇടിക്കും. ഗെന്മയാണെങ്കിൽ തിരിച്ച് ഹിറ്റാച്ചി ഇടിക്കും. അത് കണ്ട ഹിനാരി അവര് രണ്ടുപേരെയും ദൂരേക്ക് ഇടിച്ച് തെറിപ്പിക്കും. നിർത്തണടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, നമ്മൾ എല്ലാവരും ഒരേ ടീമാണ്, ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്, ആ കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സാസുകയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാസുകയാണെങ്കിൽ ആ പൂച്ചയുടെ ബാൻഡൊക്കെ വെച്ച് ഹിറ്റാച്ചിയുടെ അടുത്ത് പൂച്ചയെ പോലെ ആക്ട് ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കും. ഹിറ്റാച്ചിക്കാണെങ്കിൽ അതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നും. മാത്രമല്ല അവന്റെ ഫ്രണ്ട്സുകളെ കുറിച്ച് ഓർത്തും ഒരുപാട് അഭിമാനം തോന്നും. കാരണം മറ്റുള്ള ക്ലാനുകളിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ അവന്റെ നല്ല ഫ്രണ്ട്സാണ്. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും മുൻപോട്ട് പോകുന്നത് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവനിപ്പോ ഒരു മിഷനെ കുറിച്ച് ആലോചിക്കും. ആ ഒരു മിഷനില് ഡെന്മയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കാണ്. അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് സാക്ഷാൽ ഒബീട്ടോ അടുത്ത സെക്കൻഡ് ഗെന്മയെ വെട്ടി വീശി കൊന്ന് കളയാണ്. അത് കണ്ട് ഹിറ്റാച്ചി അവനങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹിറ്റാച്ചിയെ കാണിക്കും. ഹിറ്റാച്ചി ആണെങ്കിൽ
കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം അവൻ സാസുകയെ കെട്ടിപ്പിടിക്കും. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവരെ വിട്ടുപിരിയുമ്പോഴുള്ള വേദന അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. ശരി, ഇങ്ങനെ അവേക്കനായി അവൻ അങ്ങനെ കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.